എല്ലാ ദിവസവും ഷാർജയിൽ നിന്ന് ദുബൈയിലേക്ക് സൈക്കിളിൽ ജോലിക്കെത്തുന്ന ഒരു മലയാളി, കൊച്ചിക്കാരൻ ഉസൈർ ഷറഫുദ്ദീൻ. തണുപ്പായാലും ചൂടായാലും ഈ യാത്രയ്ക്ക് മാറ്റമൊന്നുമില്ല. ഉസൈറിൻ്റെ യാത്രാവിശേഷങ്ങൾ കാണാം. ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടാണ് ദുബൈയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഷാർജയിലേക്ക്. ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ. ശരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ സൈക്കിൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇത് തുടങ്ങിയപ്പോൾ ആകെയുള്ളൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക്കിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ. തുടക്കത്തിൽ ഞാൻ അൽ നഹ്ദയിലായിരുന്നു താമസം. അപ്പോൾ എൻ്റെ ഓഫീസ് 7 കിലോമീറ്റർ അകലെയാണ്, ഗറൂദ് ഇൻ്റർസെക്ഷനിലാണ്. എങ്കിൽ പോലും നമുക്ക് യാത്രയിൽ ഒരു 2 മണിക്കൂറൊക്കെ പോകും. ചില ദിവസങ്ങളിൽ 2 മണിക്കൂർ വരെയൊക്കെ നമുക്ക് യാത്രയിൽ പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടി സൈക്കിളാകുമ്പോൾ ഒരു 20 മിനിറ്റിൽ ഞാൻ എത്തുന്നുണ്ട്. അതേപോലെ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് അവരോടൊപ്പം കൂടുതൽ സമയം ചിലവാക്കാൻ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ 2024 ജനുവരി 1 ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുത്താണ്. ഇവിടെ അധികം ആളുകളും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണല്ലോ. എനിക്കും ഇരുന്നുള്ള ജോലിയാണ് അധികം. നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. പിന്നെ ജോലി സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ സമയം കണ്ടെത്താന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരോടും ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ബൈക്ക് ടു വർക്ക് കൾച്ചറിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടി കിട്ടുന്നുണ്ട്. റിലീഫ് വരുന്ന, അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് വരുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഇതിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾ ദുബൈയിൽ നിന്ന് ഷാർജയിൽ നിന്ന് ദുബൈയിലേക്ക് പോകുക എന്നുള്ളത്, നമുക്കിപ്പം അതും സൈക്കിളിൽ പോകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം നമ്മൾ ഓൾറെഡി ട്രാഫിക്കിലൊരു 2 മണിക്കൂറോളം ഏറ്റവും പീക്ക് ടൈമിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അവിടെ നമ്മൾ സ്റ്റക്കായിരിക്കും. അപ്പോൾ ഇത് സത്യം ഒരു സാഹസമാണ്. ഒരു സൈക്കിള് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ സംഭവമായിട്ട് തോന്നില്ലെങ്കിലും പക്ഷെ ഇത് ഡെയിലി ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി കൂടി ആയതുകൊണ്ടാണ്, അതിനൊരു പാഷൻ ഉള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് UAE അറിയാം, എല്ലാ റോഡിലും നമുക്ക് സൈക്കിളായിട്ട് പോകാൻ പറ്റില്ല. നിയമപ്രകാരം 60 കിലോമീറ്ററിന് താഴെ സ്പീഡുള്ള റോഡുകൾ ഉപയോഗിക്കാമെങ്കിലും ചില സ്ഥലത്തൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഉള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ബുഹൈറ കോർണിഷിലേക്ക് കയറിയാൽ അൽഖാൻ ലഗൂൺ വഴി നേരെ നമുക്ക് അൽ മംസാർ വരെ എത്താം. മംസാറിൽ നിന്ന് നമുക്ക് അബൂഹയിൽ വരെ എത്താനായിട്ട് സർവീസ് റോഡുകളുണ്ട്. ഈ ഊട് വഴി പിടിച്ചിട്ടാണ് പോക്ക്. അതെ അതെ, അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസും വരുന്നത്. നേരെ പോകണേ നമുക്ക് ഒരു 11 കിലോമീറ്ററിലൊക്കെ നിൽക്കും. ഇതെനിക്ക് വൺ സൈഡ് ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യണത് 18 കിലോമീറ്റേഴ്സാണ്. ഒരു 1 അവർ സമയം എനിക്ക് രാവിലെ വൈകിട്ടും മൊത്തം ഒരു 36 കിലോമീറ്റർ ഡെയിലി റൈഡ് ചെയ്യുന്നുണ്ട്. 17 മാസമായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമ്മറാണ്, ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയാണ് ഞാൻ നേരിട്ടേക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച്. അതിനെ ഓവർകം ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ ഞാൻ നമ്മുടെ പ്രശ്നം തന്നെ ഇപ്പോൾ ഒരു കുറച്ച് ചൂടാകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ. ആദ്യം തന്നെ ഈ സൈക്കിൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സമ്മർ തുടക്കത്തിലൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, വർക്ക് വെയർ, അത് ഞാൻ ഇങ്ങനെ സിപ്പ് ലോക്കിലാക്കിയിട്ട് അയൺ ചെയ്ത് സിപ്പ് ലോക്കിലാക്കിയിട്ട് പിന്നെ ഫ്രഷ് അപ്പ് ആകാനുള്ള വെറ്റ് വൈപ്സ്, ടവല്, ഡിയോഡ്രൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവരും. ഓഫീസിൽ ചെന്നിട്ട് ഒരു 10-15 മിനിറ്റിൽ ഞാൻ അങ്ങനെ ഫ്രഷപ്പായി ചേഞ്ച് ചെയ്ത് അങ്ങനെയായിരുന്നു. പിന്നെ അതും ഒരു ഹാസിലാണ്, നമുക്കൊരു ഇൻകൺവീനിയൻസ് ആണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ബൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ബൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ബൈക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കിലോമീറ്റേഴ്സാണ് എൻ്റെ ബാറ്ററി റേഞ്ച്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര ഫുള്ള് ബാറ്ററിയിൽ പോകാം. നമുക്കിപ്പോൾ ഡ്രസ്സൊന്നും സോൾഡ് ആവില്ല, നല്ല ഫ്രഷായിട്ട് അവിടെ എത്താം. തിരിച്ചു വരുമ്പോൾ നമുക്ക് പെഡൽ ചെയ്ത് വരാം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കൗട്ടും കിട്ടും നമുക്ക്. അങ്ങനെയാണ് അതിൻ്റെ അതങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ട്. സൈക്ലിങ്ങിൻ്റെ കൂടുതൽ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് UAE വന്നതിന് ശേഷമാണ്. കേരള റൈഡേഴ്സ് ക്ലബ്ബിൽ വന്നതിന് ശേഷമാണ്. ക്ലബ്ബിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് മെൻറ്റർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇസാഖ് ഭായ്. ഇസാഖ് ഭായ് ഒക്കെ തന്ന ഗൈഡൻസിലാണ് ഞാനിങ്ങനെ, അതായത് നമുക്ക് ലോങ് റൈഡുകളൊക്കെ ചെയ്യാൻ പറ്റും, സൈക്ലിങ്ങിൽ ഇങ്ങനെ എൻഡ്യൂറൻസ് 100 കിലോമീറ്റർ ഒക്കെ ചവിട്ടാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയത്. വീക്കെൻഡുകളിൽ എൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് റൈഡ്, ഫൺ റൈഡ്,
നമുക്കൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, ചെറിയൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ UAE പല ഏരിയകളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അതേപോലെ നല്ല കാഴ്ചകളൊക്കെ റെക്കോർഡ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് റീൽസൊക്കെ ഉണ്ടാക്കി. ഈ നട്ട വെയിലത്ത് പുറത്തിറങ്ങണല്ലോ. അതെ, ഇതിൽ ഫാമിലിയുടെ സപ്പോർട്ടില്ല അതൊരിക്കലും ഒരിക്കലും പറ്റില്ല. ഫാമിലിയുടെ സപ്പോർട്ട് ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ നമുക്ക് വേണം. വൈഫിനും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് സൈക്ലിങ്. ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ റൈഡ് ചെയ്യാറുണ്ട്. മകന് ഇരിക്കാൻ വേണ്ടി സൈക്കിളൊരു സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൈഫിൻ്റെ വണ്ടിയിൽ. അപ്പോൾ ഞങ്ങൾ 3 പേര് ഇങ്ങനെ ഇവിടെ ഷോർട്ട് റൈഡുകളൊക്കെ ചെയ്യാറുണ്ട്. അൽഹിറ ബീച്ച്, ബുഹേറ കോർണിഷ്, മജാസ് ഇങ്ങനത്തെ ഏരിയകളിലേക്കൊക്കെ വീക്കെൻഡിലൊക്കെ. നാട്ടിൽ നമ്മൾ റൈഡ് ചെയ്യുമായിരുന്നു വൈഫ്. ഞങ്ങൾക്കൊരു ടാൻഡം ബൈക്ക് ഉണ്ട്. സൈക്ലിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ വെല്ലുപ്പായിട്ടാണ്. വെല്ലുപ്പാട ഒരു ഐഡന്റിറ്റി ആയിരുന്നു വെല്ലുപ്പാട് സ്കൂട്ടർ. ഒരു LML വെസ്പ. അപ്പൊ ആ വെസ്പ അന്നധികം പേരുടെ ഇല്ലാത്തതുകൊണ്ടും വെല്ലുപ്പാട് അനുജന്റെ മക്കളൊക്കെ ഉപ്പാനെ സ്കൂട്ടർ ഉപ്പാന്നായിരുന്നു വിളിക്കുന്നത്. അതുപോലെ ഇന്ന് ഞാൻ സൈക്കിൾസായിട്ട് വളരെയധികം കണക്റ്റഡ് ആയതുകൊണ്ട് എൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറി. എന്നെ സൈക്കിൾ ആയിട്ടാണ് ആൾക്കാർ ലിങ്ക് ചെയ്ത് ഓർമ്മിക്കുക. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നാട്ടില് കൊച്ചിയിലാണ്, മട്ടാഞ്ചേരി. തോപ്പുംപടിയിലാണ് ഇപ്പോൾ താമസം. തറവാടക്ക് മട്ടാഞ്ചേരി. നമ്മളിപ്പോൾ റോളയിലാണ് നിൽക്കുന്നത്. മട്ടാഞ്ചേരി ഏകദേശം ഇതേപോലെയൊക്കെ ഒരു സെറ്റപ്പുള്ള, എന്നാൽ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും എങ്കിലും ഇങ്ങനെ ഭയങ്കര അടുത്തടുത്ത് കെട്ടിടങ്ങളുള്ള, എന്നാൽ കുറേ നല്ല ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ്. റോളയിൽ താമസമായിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. ഇപ്പോൾ 1 വർഷമായിട്ട് റോളയിലാണ്. റോള ഇപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ റൂട്ട് വളരെയധികം സ്പെഷ്യലാണ്. അപ്പോൾ ആ ഒരു റൂട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ഷിഫ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു വരില്ല. സൈക്ലിങ്ങിൽ ദുബായ് കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും പുതുതായി വരുന്ന എല്ലാ സ്ട്രീറ്റിനും സൈക്ലിംഗ് പാതകളുണ്ട്. വലിയ സൈക്കിൾ വാക്ക് വേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇതിനെ എങ്ങനെയാണ് ഒരു ആസ് എ സൈക്കിൾ റൈഡർ നിങ്ങൾ നോക്കിക്കാണുന്നത്? ആസ് എ സൈക്ലിസ്റ്റ് നമുക്ക് നമ്മുടെ സ്പോർട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള വളരെയധികം ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മെയ്താനിലുള്ള DX ബൈക്ക് പോലുള്ള ട്രാക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നിലവാരം വളരെ ഹൈ ആണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ് അതുള്ളത്. അത് മാത്രമല്ല അത്ര അമ്യൂണിറ്റീസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നത് വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും. അതേപോലെ തന്നെ ദുബായിയുടെ ലൂപ്പ് പ്രൊജക്റ്റ്, പിന്നെ 2040 വിഷൻ, അതായത് വേൾഡ്സ് മോസ്റ്റ് ബൈസിക്കിൾ ഫ്രണ്ട്ലി സിറ്റി ആവാനായിട്ടാണ് ദുബായ് എയിം ചെയ്തിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന UAE അതിന് എന്താ പറയുക എൻകറേജ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സന്തോഷമുണ്ട്. ഇവിടെ ലീഗലി അലൗഡ് ആണെന്നൊക്കെ ഉള്ള സംശയമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡുകൾ ശ്രദ്ധിക്കുക, അതേപോലെ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ഹെൽമെറ്റ് നിർബന്ധമാണ്. റിഫ്ലക്റ്റീവ് വെസ്റ്റ് ഉപയോഗിക്കണം റോഡിൽ റൈഡ് ചെയ്യുമ്പോൾ. പിന്നെ ബൈസിക്കിളിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലൈറ്റ്സ് വേണം, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പെഡസ്ട്രിയൻ വാക്കിലൊന്നും നമ്മൾ റൈഡ് ചെയ്യാൻ പാടില്ല. ഡിസ്മൗണ്ട് ചെയ്തിട്ട് നടന്ന് പോവുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. യാത്ര തുടരട്ടെ എന്നുള്ളതാണ് എനിക്കിതിൽ ആശംസിക്കാനുള്ള സാധനം. ഒരു എല്ലാ ദിവസവും ഷാർജയും ദുബൈയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു പരിപാടിയല്ല. എന്തായാലും ഏതായാലും ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര കൂടിയാണ്. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്.